പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സെയിം പ്രൊഡക്റ്റിന് ഡിഫറെൻറ്റ് ബയേഴ്സിൽ നിന്ന് ഡിഫറെൻറ്റ് പ്രൈസ് ചാർജ് ചെയ്യണതിനെയാണ് എന്ത് പറയുന്നത്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ പ്രൈസ് ഡിഫറെൻറ്റ് പ്രൈസ് സെയിം പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഈസി അല്ല. നമ്മുടെ സാധാരണ പ്രൊഡക്റ്റുകൾക്ക് അത് അങ്ങനെ ചാർജ് ചെയ്യൽ അത്ര ഈസി അല്ല. പക്ഷേ മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത് റെയിൽവേസ് പാസഞ്ചേഴ്സിന്, അതുപോലെ നമ്മുടെ ഇലക്ട്രിസിറ്റി കമ്പനീസ്, ഇവരൊക്കെയാണ് ഇങ്ങനെ ചാർജ് ചെയ്യുന്നത്. അതായത് പാസഞ്ചേഴ്സിന് ഇപ്പോൾ നമ്മൾ പല ക്ലാസ് ഉണ്ട്. അതായത് സ്ലീപ്പർ ഉണ്ട്, AC കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ബോംബെക്ക് പോകാനുള്ള 10 പേരുണ്ടാവും. ഒരാൾ AC-യിലായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ സ്ലീപ്പറിലായിരിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലായിരിക്കാം. അപ്പോൾ ഓരോ ഡിവിഷൻ അനുസരിച്ച് സെയിം സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും ഓരോ ഡിവിഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഫസ്റ്റ് വൺ, പേഴ്സണൽ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് പേഴ്സണൽ വെൻ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ്ഡ് ഫ്രം ഡിഫറെൻറ്റ് പേഴ്സൺ. പല പേഴ്സൺസിൻ്റെ കയ്യിൽ നിന്ന് പല പ്രൈസ് ചാർജ് ചെയ്യണതിനെയാണ് പേഴ്സണൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ലോക്കൽ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഈസ് ലോക്കൽ വെൻ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ടു ഡിഫറെൻറ്റ് ലൊക്കാലിറ്റി. പല ലൊക്കാലിറ്റിയിൽ പല, ഇപ്പോൾ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില നമുക്ക് തിരുവനന്തപുരത്തും കൊച്ചി, കോഴിക്കോട്, 50 പൈസയുടെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാകാം. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് തന്നെ പല സ്ഥലത്ത് പല വില ഈടാക്കുന്നതിനെയാണ് ലോക്കൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ വ്യത്യസ്തമായ വ്യക്തികളിൽ നിന്ന് ഈടാക്കുമ്പോൾ അത് പേഴ്സണലും, ലൊക്കാലിറ്റിയിൽ ഈടാക്കുമ്പോൾ അത് ലോക്കലാവും. ദെൻ അക്കോർഡിംഗ് ടു യൂസ്, നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യണതിനെയാണ് എന്ത് പറയുന്നത്, യൂസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുക്കിംഗ് ഗ്യാസ് കൊമേഴ്സ്യൽ പർപ്പസിന് ഉപയോഗിക്കുന്നതിന് വില കൂടുതലാണ്, അതല്ല നമ്മുടെ സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുന്നതിന് വില വേറെയാണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ യൂസ് അനുസരിച്ചാണ് അവിടെ എന്ത് വരുന്നത്, ഗ്യാസിന് വില വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൈസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തിനാ, മാക്സിമൈസ് പ്രോഫിറ്റ്. ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് കസ്റ്റമേഴ്സിൽ നിന്ന് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ടു സെൽ ഓഫ് അക്യൂമുലേറ്റഡ് ഇൻവെൻട്രീസ് എസ്പെഷ്യലി ഡ്യൂ ടു റോങ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. നമ്മൾ ഡിമാൻഡ് ഇത്രയും ഉണ്ടാവും എന്നും പറഞ്ഞ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്തപ്പോൾ തെറ്റായിപ്പോയി. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അക്യൂമുലേറ്റഡ് ആയിട്ട് അവിടെ കൂടി കിടക്കുന്നുണ്ട്, അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടു പെനിട്രേറ്റ് ഇൻ ടു ന്യൂ മാർക്കറ്റ്, പുതിയൊരു മാർക്കറ്റിലേക്ക് കയറാൻ. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ മേ ബി പ്രാക്ടീസ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എക്കണോമിക് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലൂടെ കിട്ടുന്ന സാമ്പത്തിക മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ മേ ഓൾസോ ബി പ്രാക്ടീസ്ഡ് ഇൻ ഓർഡർ ടു എൻ്റർ ഇൻ ടു ഓർ റീറ്റെയിൻ എക്സ്പോർട്ട് മാർക്കറ്റ്സ്. ഒരു എക്സ്പോർട്ട് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി എൻ്റർ ചെയ്ത എക്സ്പോർട്ട് മാർക്കറ്റിൽ നിലനിൽക്കാനോ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്. ദെൻ കണ്ടീഷൻസ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. ഏതൊക്കെ കണ്ടീഷൻസ് ഫോളോ ചെയ്താലാണ് നമുക്ക് പ്രൈസ് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസ് ഈടാക്കാൻ പറ്റുന്നത്. ഒന്ന്, വർക്ക്സ് അണ്ടർ മോണോപോളി ഒള്ളി. ഫസ്റ്റ് വൺ, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വർക്ക്സ് ഒള്ളി അണ്ടർ മോണോപോളി. അതായത് എൻ്റെ കമ്പനി മാത്രമേ ഈ ഒരു മാർക്കറ്റിലുള്ളൂ എങ്കിൽ എനിക്ക് പല കസ്റ്റമേഴ്സിൻ്റെ നിന്നും പല വില ഈടാക്കുക. അപ്പോൾ മോണോപോളി ഉള്ളപ്പോഴാണ് അങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇഫ് ദർ ആർ മോർ ദാൻ വൺ സെല്ലർ, ദ എഫേർട്ട് ഓഫ് വൺ ഫേം ടു പ്രാക്ടീസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഗെറ്റ്സ് ഡിഫീറ്റഡ് ബൈ ദ പ്രൈസിങ് പോളിസി ഓഫ് അനദർ. ഇപ്പം ഞാൻ പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പോവാണ്, വ്യത്യസ്ത ആൾക്കാർക്ക് വ്യത്യസ്ത പ്രൈസ് ഞാൻ കൊടുക്കാൻ പോവുകയാണെങ്കിൽ പോലും നമ്മളുടെ എൻ്റെ അതേ ഇതിലുള്ള ആൾ അല്ലെങ്കിൽ ഇതേ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റേ ആൾ അതിലും കുറഞ്ഞ പ്രൈസ് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവിടെ മറ്റേ ആൾക്കത് ദോഷം ചെയ്യും. അപ്പോൾ മോണോപോളി സാഹചര്യം, അതായത് കുത്തക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ പ്രൈസ് ഡിസ്ക്രിമിനേഷനുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ഡിവിഷൻ ഓഫ് മാർക്കറ്റ് ഇൻ ടു സബ് മാർക്കറ്റ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പിന്നെ അപ്ലൈ ചെയ്യുന്നപ്പോഴാണ് നമ്മുടെ മാർക്കറ്റിനെ സബ് മാർക്കറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ടു പ്രാക്ടീസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു ഡിവൈഡ് മാർക്കറ്റ് ഇൻ ടു സബ് മാർക്കറ്റ്. സബ് മാർക്കറ്റായിട്ട് മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്,
ഫോർ ദ പർപ്പസ് ഓഫ് ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ ഈച്ച് സബ് മാർക്കറ്റ്. ഓരോ സബ് മാർക്കറ്റിലും വ്യത്യസ്തമായിട്ടുള്ള പ്രൈസ് നമ്മളിവിടെ ചാർജ് ചെയ്യുന്നു. മാർക്കറ്റ് ഷുഡ് ബി സബ് ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ. ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ്. It should not be possible to transfer from one market to another any unit of the commodity for which price discrimination is resorted to by a monopolist. ഒരു മോണോപോളിസ്റ്റ് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുഡ്സ് അല്ലെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു മാർക്കറ്റിൽ നിന്ന് മറ്റൊരു മാർക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല. Then elasticity of demand. The elasticity of demand of the product should be different in different market. പല മാർക്കറ്റിലും ഇലാസ്റ്റിസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അവിടുത്തെ ഡിമാൻഡിനനുസരിച്ചായിരിക്കും നമ്മുടെ ഇലാസ്റ്റിസിറ്റി. ഹൈ പ്രൈസ് മേ ബി ചാർജ്ഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഇൻ ദോസ് മാർക്കറ്റ് വേർ ദർ ഇസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് അതായത് ഡിമാൻഡിൽ ഒരു വ്യത്യാസവും വരില്ല എന്നുള്ളിടത്ത് നമുക്ക് ഹൈ പ്രൈസും ഡിമാൻഡിൽ വ്യത്യാസം വരും എന്നുള്ളിടത്ത് നമുക്ക് ലോ പ്രൈസും ചാർജ് ചെയ്യാം. ദെൻ കൺസ്യൂമർ പ്രജുഡൈസ്. പ്രജുഡൈസ്ഡ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കാത്തത്. കൺസ്യൂമേഴ്സ് ബിലോങ്ങിങ് ടു അപ്പർ ക്ലാസ് ഹാവ് സർട്ടൺ പ്രജുഡൈസ് ദാറ്റ് ഹയർ ദ പ്രൈസ് ദ ബെറ്റർ വിൽ ബി ദ ക്വാളിറ്റി ആൻഡ് വൈസ് വേഴ്സ. അതായത് വലിയ ആൾക്കാർക്ക് ഒരു ചിന്തയുണ്ട്, ക്വാളിറ്റി കൂടുകയാണെങ്കിൽ പൈസ കൂടണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ പ്രജുഡൈസ്ഡ് മൈൻഡും ഇതിന് കാരണമാകും. ദെൻ ഗവൺമെൻറ് റെഗുലേഷൻസ്. Sometimes government regulations give rise to a situation of price discrimination. As part of social commitment and poverty eradication programs, government may insist on the selling certain products at a cheaper rate to a particular class of customers. ഗവൺമെൻറ് ചിലപ്പോൾ നമ്മുടെ കാര്യത്തിൽ ഇടപെടുകയും ഗവൺമെൻറ് പറയുകയും ഒരു ചില ഗ്രൂപ്പ് ഓഫ് പർട്ടിക്കുലർ കസ്റ്റമേഴ്സിന് കുറഞ്ഞ പൈസയ്ക്ക് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസിന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറയും. അപ്പോൾ ആ ഗവൺമെൻറ് റെഗുലേഷൻസും പ്രൈസ് ഡിസ്ക്രിമിനേഷന് കാരണമാവുന്നുണ്ട്. അടുത്തത് ഡ്യൂട്ടി ആൻഡ് താരിഫ് ബാരിയേഴ്സ്. ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ടാക്സ്. ഡ്യൂ ടു ഡ്യൂട്ടി ആൻഡ് താരിഫ് ബാരിയേഴ്സ് എ മോണോപോളിസ്റ്റ് ക്യാൻ റിസോർട്ട് ടു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓർ കൺട്രീസ്. പല നാട്ടിലും പല സ്ഥലത്തും ഡിഫറെൻറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഡ്യൂട്ടി, നമ്മൾ കൊടുക്കേണ്ട ടാക്സും ഡ്യൂട്ടീസുമാണ്. എ ഹൈ പ്രൈസ് ക്യാൻ ബി ചാർജ്ഡ് ഓൺ എ പ്ലേസ് അറ്റ് എ പ്ലേസ് ഓർ കൺട്രി വെർ ദർ ഈസ് ഹൈ റേറ്റ് ഓഫ് ഡ്യൂട്ടി. അതായത് താരിഫും ഡ്യൂട്ടിയും, ടാക്സ് കൂടുതലുള്ള സ്ഥലത്ത് പ്രൈസ് കൂടുതലായിരിക്കും, ടാക്സ് കുറയുന്ന സ്ഥലത്ത് പ്രൈസ് കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഡിഗ്രി ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. മെയിനായിട്ട് ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, അങ്ങനെ ഡിഗ്രീസിനെ നമ്മളിവിടെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തത് ഫസ്റ്റ് ഡിഗ്രി. First degree of price discrimination refers to a price discrimination in which a monopolist charges the maximum price that each buyer is willing to pay. മോണോപോളിസ്റ്റ് എങ്ങനെ ചാർജ് ചെയ്യും? ഓരോ ബയറും എത്ര രൂപ പേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഇത് അവർ ചാർജ് ചെയ്യും. ദെൻ സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. Second degree of price discrimination refers to price discrimination in which buyers are divided into different groups. ബയേഴ്സിന് ഇവിടെ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. മറ്റേതിൽ എത്രയാണോ മാക്സിമം പ്രൈസ് ദാറ്റ് ഈച്ച് ബയർ ഈസ് വില്ലിങ് ടു പേ, ഓരോ കസ്റ്റമറും എത്ര രൂപയാണോ പേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്രയും ഇരട്ടിയായിരിക്കും അവരവിടെ ചെയ്യുന്നത് ഫസ്റ്റ് ഡിഗ്രിയിൽ. സെക്കൻഡ് ഡിഗ്രിയിൽ എന്ത് ചെയ്യും? ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ഇവരെ തിരിക്കും. എന്നിട്ട് ഡിഫറെൻറ്റ് പ്രൈസസ് ആർ ചാർജ്ഡ് ഫോർ ദീസ് ഗ്രൂപ്പ്സ്. ഓരോ ഗ്രൂപ്പിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൈസ് അവരുടെ വില്ലിങ്നെസ്സിന് അനുസരിച്ച് എടുക്കും. ദെൻ തേർഡ് ഡിഗ്രി. Third degree price discrimination refers to a price discrimination in which monopolistic divide the entire market into sub-market. ഇവിടെ ഗ്രൂപ്പിനെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഇവിടെ അങ്ങനെയല്ല, മൊത്തം മാർക്കറ്റിനെ എന്തായിട്ട് തിരിച്ചു? സബ് മാർക്കറ്റ്സ് ആയിട്ട് തിരിച്ചു. അപ്പോൾ തിരിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇലാസ്റ്റിസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരിച്ചത്. എന്നിട്ട് ഡിഫറെൻറ്റ് പ്രൈസ് ഓരോ സബ് മാർക്കറ്റിനും ചാർജ് ചെയ്യും. ദർഫോർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തും പറയാം? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്നും പറയാം. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ
under price discrimination. A simple monopolistic charges a single price for the whole output, while a discriminating monopolist charges different prices in different market. അപ്പോൾ ഒരു സിമ്പിൾ മോണോപോളിസ്റ്റ് ആണെങ്കിൽ ഒരു സിംഗിൾ പ്രൈസാണ് മൊത്തം പ്രൊഡക്റ്റിന് ചാർജ് ചെയ്യുള്ളൂ. പക്ഷേ അല്ലാത്ത മോണോപോളിസ്റ്റ് ഡിഫറെൻറ്റ് പ്രൈസ് ഡിഫറെൻറ്റ് മാർക്കറ്റിൽ ചാർജ് ചെയ്യും. Therefore, it is essential that the total market should be divided into different market. Total market എന്ത് ചെയ്യുന്നു? should be divided into different സബ് മാർക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നു on the base of price elasticity. Then the same principle of MC equal to MR, marginal cost equal to marginal revenue, used by the simple monopolist is used by a discriminating monopolist to determine the equilibrium price and output. അപ്പോൾ ഈ സെയിം പ്രിൻസിപ്പിളാണ് സിമ്പിൾ മോണോപോളിസ്റ്റും ഉപയോഗിക്കുന്നതും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് ആ മോണോപോളിസ്റ്റിക് കാര്യങ്ങളുടെ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഒക്കെ അതെല്ലാം ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതിൽ പറയുക. ദെൻ അടുത്തത് നമ്മളോട് പറയുന്നത് അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ആയിട്ട് പറയുകയാണ്. പിന്നെ പോയിൻറ്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കണേണ്. അത് നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫ് മാത്രം പഠിച്ചാൽ മതി. പിന്നെ പഠിക്കാനുള്ളത് ഇതിനകത്ത് ഇൻ ഷോർട്ട് എ ഡിസ്ക്രിമിനേറ്റിംഗ് മോണോപോളിസ്റ്റ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ഇഫ് ഫോളോയിങ് 2 കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. ഈ 2 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്താൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഒന്ന്, മാർജിനൽ കോസ്റ്റ് ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ഷുഡ് ബി ഈക്വൽ ടു അഗ്രഗേറ്റ് മാർജിനൽ റവന്യൂ. കോസ്റ്റും റവന്യൂവും ഈക്വൽ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാർജിനൽ റവന്യൂ ഇൻ മാർക്കറ്റ് എ ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഇൻ മാർക്കറ്റ് ബി. നമ്മുടെ മാർജിനൽ റവന്യൂ എയിലെ മാർജിനൽ റവന്യൂവും ബിയിലെ മാർജിനൽ റവന്യൂയും ഈക്വൽ ആയിരിക്കണം. അതും എന്തിനോട് ഈക്വൽ ആയിരിക്കണം? മാർജിനൽ കോസ്റ്റ് ഓഫ് ടോട്ടൽ മാർക്കറ്റ്. ടോട്ടൽ മാർക്കറ്റിന് മാർജിനൽ കോസ്റ്റിനോട് ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഇക്വിലിബ്രിയവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സൊസൈറ്റിക്ക് ബെനഫിഷ്യൽ ആണോ എന്ന്. അപ്പോൾ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ചില സമയത്ത് നല്ലതായിരിക്കും, ചില സമയത്ത് സൊസൈറ്റിക്ക് ദോഷമായിരിക്കും. സിൻസ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ഇംപ്ലൈസ് ചാർജിങ് ഹൈ പ്രൈസസ് ഫ്രം സം പീപ്പിൾ ആൻഡ് ലോ പ്രൈസസ് ഫ്രം സം അതേഴ്സ്, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ബെനിഫിഷ്യൽ ടു ദോസ് ഹൂ ഗെറ്റ് എ പ്രൊഡക്റ്റ് അറ്റ് എ ലോവർ പ്രൈസ് ആൻഡ് ഹാർംഫുൾ ടു ദോസ് ഹൂ ആർ ചാർജ്ഡ് ഹയർ പ്രൈസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കൂട്ടർക്ക് ഹൈ പ്രൈസും ഒരു കൂട്ടർക്ക് ലോ പ്രൈസും വെച്ചു എന്ന് വിചാരിച്ച് ഒരാൾക്ക് ഹാംഫുള്ളും ഒരാൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം സെയിം ക്വാളിറ്റിയും സെയിം ഇൻഗ്രീഡിയൻസും ഒക്കെ ഉള്ള ഐറ്റംസ് തന്നെയാണ് ഡിഫറെൻറ്റ് പീപ്പിളിന് ഡിഫറെൻറ്റ് വിലയ്ക്ക് നമ്മൾ വിൽക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ജസ്റ്റിഫൈഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് പ്രൊമോട്ടിംഗ് സോഷ്യൽ വെൽഫെയർ ഓഫ് ദ പുവർ ഇഫ് പ്രൈസസ് ആർ ലോവേർഡ് ഫോർ ദ പുവർ ക്ലാസ്. എന്താണ്, പുവർ ക്ലാസ്സിനും കൂടി വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസാണ് ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്. ദെൻ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ ഏരിയ. സംടൈംസ് ദ ഹോം മാർക്കറ്റ് മേ ബി ലെസ് ഇലാസ്റ്റിക് ദാൻ ഫോറിൻ മാർക്കറ്റ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടത്തുകയാണെങ്കിൽ ചില സമയത്ത് ഫോറിൻ മാർക്കറ്റ് എന്തായിരിക്കും? ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. എന്തിനെ അപേക്ഷിച്ച്? നമ്മുടെ മാർക്കറ്റിനെ അപേക്ഷിച്ച്. ആസ് എ റിസൾട്ട് ഓഫ് ദിസ്, ഇത് കാരണം ദ പ്രൈസ് ഇൻ ദ ഹോം കൺട്രി വിൽ ബി ഹൈ ആൻഡ് ലോ പ്രൈസ് ഇൻ ദ ഫോറിൻ മാർക്കറ്റ്. ഹോം കൺട്രിയിൽ പ്രൈസ് കൂടുതലും ഫോറിൻ മാർക്കറ്റിൽ പ്രൈസ് കുറവാകാനുള്ള സാധ്യതകളുണ്ട്. ദെൻ monopolistic competition. The market situation of perfect competition and monopoly are rarely seen in the real market situation. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപ്പോളിയും വളരെ ചുരുക്കമായിട്ടാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ മാർക്കറ്റിൽ കാണുന്നത്. എ മോർ റിയലിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ ഈസ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് പുട്ട് ഫോർവേഡഡ് ബൈ ആൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ഇ.എച്ച്. ചംബർലിൻ. ജോവാൻ റോബിൻസണും ചംബർലിനുമാണ് പറഞ്ഞത്. ഒരു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
A more realistic concept of market situation. Monopolistic competition is put forward by an American economist. ഏറ്റവും റിയലിസ്റ്റിക് ആയുള്ള സിറ്റുവേഷൻ ഇതാണ് എന്ന് പറഞ്ഞേക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. Monopolistic competition refers to a market situation in which there are producers producing goods which are close substitute of one another or where output is differentiated. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ പറയുന്നത് എങ്ങനെയുള്ള മാർക്കറ്റ് സിറ്റുവേഷനാണ്? ദർ ആർ മെനി പ്രൊഡ്യൂസേഴ്സ്, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വിച്ച് ആർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് അനദർ. ഓരോരുത്തരും എൻ്റെ പ്രൊഡക്റ്റ് അടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കാം, അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റിന് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഒരു മാർക്കറ്റിനെയാണ് മോണോപോളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത്. ലൈക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫീച്ചേഴ്സ് like presence of large number of sellers, monopoly, sellers selling differentiated products are found in monopolistic competition. അപ്പോൾ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മോണോപോളി ഉണ്ട്, ഡിഫറൻഷ്യൽ പ്രൊഡക്റ്റ് വിൽക്കുന്നവരുണ്ട്, പല പ്രൈസിൽ വിൽക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മയാണ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വരുന്നത്. Features of monopolistic competition. First one, presence of large number of sellers. Monopolistic competitionൽ എന്താണ്, മോണോപോളിയിൽ ഒരാളുള്ളെങ്കിലും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മാർക്കറ്റ് സിറ്റുവേഷൻ മീൻസ് റിലേറ്റീവ്ലി ലാർജ് നമ്പർ ഓഫ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ്, ചെറിയ പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സും സിമിലർ പ്രൊഡക്റ്റ് ബട്ട് നോട്ട് ഐഡൻറ്റിക്കൽ, ഒരേപോലെയുള്ള പ്രൊഡക്റ്റ് പക്ഷെ ഒരേ സ്വഭാവമുള്ള പ്രൊഡക്റ്റുകളാണ്, പക്ഷെ ഒരേ രീതിയിലല്ല അതിരിക്കണം, ഐഡൻറ്റിറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഡസ് നോട്ട് റിക്വയർ ദ പ്രസൻസ് ഓഫ് 100 or thousands ഓഫ് ഫേംസ് ബട്ട് ഓൺലി എ ഫെയർലി നമ്പർ ഓഫ് 25 or 60 or 70 ഫേംസ് ഉണ്ടാവുള്ളൂ എന്തിൽ? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. Then product differentiation. Product differentiation means that products are different in some way but not altogether so. മൊത്തത്തിൽ വ്യത്യാസമല്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ വ്യത്യാസമുണ്ട്, അങ്ങനെയുള്ളതാണ് ഇവിടുത്തെ പ്രൊഡക്റ്റ്. ഇൻ അതർ വേർഡ്സ്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഈസ് ആൻ ആക്ട് ഓഫ് ഡിസ്റ്റിങ്ക്വിഷിങ് വൺ ഫേംസ് പ്രൊഡക്റ്റ് വിത്ത് അതർ ഫേം ഹു പ്രൊഡ്യൂസസ് എ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിൻ്റെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആവും. ഇൻ വൺ ഓർ മോർ ആസ്പെക്ട്സ് ലൈക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ കളറോ ഡിസൈനോ ബ്രാൻഡ് നെയിമോ പാക്കേജിങ്ങോ ഏതെങ്കിലും രീതിയിൽ നമ്മളുമായിട്ട് സാമ്യമുള്ള ഗുഡ്സ് ആയിരിക്കും. ദെൻ ഇൻഡിപെൻഡൻറ്റ് പ്രൈസ് പോളിസി. ദ ഫേംസ് ഇൻ മോണോപോളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൈസ് പോളിസി. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു പ്രൈസ് പോളിസി ഉണ്ട്. ദോ ദർ ഈസ് എ കോമ്പറ്റീഷൻ എമംഗ് ദ ഫേംസ്, ഈച്ച് ഫേംസ് പ്രൈസ് പോളിസി ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഫേംസ് പ്രൈസ് പോളിസി. ഐഡൻറ്റിക്കൽ പ്രൊഡക്റ്റൊക്കെയാണ്, ഐഡൻറ്റിക്കൽ അല്ല, അവിടെ ഇവിടെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രൈസ് അല്ല മറ്റൊരാളുടെ പ്രൈസ്, ഒരാളുടെ പ്രൈസ് പോളിസി അല്ല മറ്റൊരാളുടെ പ്രൈസ് പോളിസി. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഈവൻ ഇഫ് വൺ ഫേം ലോവേഴ്സ് ഇറ്റ്സ് പ്രൈസ് ഇറ്റ് ഡസ് ഗെയിൻ, ബട്ട് ദ ഗെയിൻ ഇൻ സെയിൽസ് വിൽ ബി തിൻലി സ്പ്രെഡ് ഓവർ ദ റൈവൽ ഫേംസ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ വില കുറച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഫേംസിൻ്റെ സെയിലിനെ അത് ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും. ആൻഡ് റൈവൽ ഫേംസ് അവർക്കത് ലോസായിട്ട് മാറും. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. Under monopolistic competition, though the products are differentiated, there is competition among the firms on non-price factors such as product quality, advertising, after-sale service, packing and labeling, etc. ഇവിടെ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൊഡക്ട്സ് ഡിഫറൻസിയേഷൻ ഉണ്ട് എങ്കിൽ പോലും, അതാണ് ദോ ദ പ്രൊഡക്ട്സ് ആർ ഡിഫറൻഷിയേറ്റഡ്, ദർ ഈസ് എ കോമ്പറ്റീഷൻ എമംഗ് ദ ഫേംസ് ഓൺ നോൺ പ്രൈസ് ഫാക്ടേഴ്സ്. നോൺ പ്രൈസ് അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സിൽ ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടാകും, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, അഡ്വർടൈസിങ്, ആഫ്റ്റർ സെയിൽ സർവീസ്, അങ്ങനെയൊക്കെ. അതിനെയാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത്. ദെൻ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ്. മോണോപോളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉണ്ടാവും, അതേപോലെ തന്നെ ബയേഴ്സും ഉണ്ടാവും. ആ ബയേഴ്സിന് അവരുടേതായിട്ടുള്ള പ്രിഫറൻസും ഉണ്ടാവും. ദെൻ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്.
പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് പ്രിവെയിൽസ് ഇൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഓൾസോ. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നമുക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാം, അതുപോലെ എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. ഇഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീറ്റർ ഏൺസ് മോർ പ്രോഫിറ്റ് ദാൻ ദ നോർമൽ പ്രോഫിറ്റ് ഇറ്റ് വിൽ ബി അട്രാക്റ്റ് ന്യൂ എൻട്രൻസ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പുതിയ വഴികൾ, അതായത് പുതിയ എൻട്രൻസ് നമ്മൾ തേടിക്കൊണ്ടിരിക്കും. Then selling cost. Since the products of a monopolistic competitor is a close substitute of one another, considerable amount has to be incurred on selling the product. ഏകദേശം ഒരു ഐഡൻറ്റിറ്റിക്കൽ പ്രൊഡക്റ്റ് ആണ് എങ്കിൽ പോലും അവിടെ എന്തുണ്ട്, ആ പ്രൊഡക്റ്റ് വിൽക്കാൻ നമുക്കൊരു കൺസിഡറബിൾ എമൗണ്ട് ചിലവാകുന്നുണ്ട്. സെല്ലിംഗ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ഇൻകേർഡ് ഓൺ അഡ്വർടൈസിങ്, പബ്ലിസിറ്റി, സെയിൽസ്മാൻഷിപ്പ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ചിലവാകുന്നത്. ദെൻ ആബ്സെൻസ് ഓഫ് പെർഫെക്റ്റ് നോളജ്. ബയേഴ്സിന് ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച്, പ്രൈസിനെ കുറിച്ചൊക്കെ ശരിയായിട്ടുള്ള നോളജ് ഇല്ലാതിരിക്കുക. ആൻഡ് ദെർഫോർ ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷണൽ ടെക്നിക്സ്. അപ്പോൾ പെർഫെക്റ്റ് നോളജ് ഇല്ലെങ്കിൽ അത് കൊടുക്കുന്നതാണ് നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ. ദെൻ ഗ്രൂപ്പ് കോൺസെപ്റ്റ്. The firms which produce homogeneous product under perfect competition are collectively called industry. ഇങ്ങനെയുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരേപോലുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്ന ഈ കൂട്ടായ്മേനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഗ്രൂപ്പ് കൺസെപ്റ്റ് ആണെന്ന് പറയാം. ബട്ട് ഇൻ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഫേംസ് പ്രൊഡ്യൂസ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആൻഡ് ദെർഫോർ പ്രൊഫസർ ചാംബർലിൻ കോൾ ദീസ് ഫേംസ് ടുഗദർ ആസ് ഗ്രൂപ്പ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡസ്ട്രി. അപ്പോൾ മോണോപോളി കോമ്പറ്റീഷനിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇൻഡസ്ട്രി എന്ന് വിളിച്ചാൽ, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം, ഇൻഡസ്ട്രിക്ക് പകരം ഗ്രൂപ്പ് എന്ന് വിളിക്കാം. ദെൻ price discrimination under monopolistic competition. The price and output determination under monopolistic competition should be seen from the point of view of an individual firm and also from the point of all the firms taken together as a group. ഇതിനെ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയും. എല്ലാ ഗ്രൂപ്പിലെയും ആൾക്കാരുടെ, ഇൻഡിവിജ്വൽസിൻ്റെ വ്യൂ പോയിൻ്റ് അനുസരിച്ച് നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഷുഡ് ബി സീൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ഇൻഡിവിജ്വൽ ഫേം. ഓരോ ഇൻഡിവിജ്വൽ ഫേമിൻ്റെ ബെനിഫിറ്റും അതിലൂടെ മൊത്തം ബെനിഫിറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദെൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ഇൻഡിവിജ്വൽ ഫേം, the effort of an individual firm under monopolistic competition is to maximize profit. നമുക്കറിയാം ഏതൊരു ഫേമിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്ന. ഇറ്റ് ഹാസ് ടു റീച്ച് ദാറ്റ് ലെവൽ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് വിച്ച് വിൽ മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. പ്രൈസും അതുപോലെ ഔട്ട്പുട്ട് കൂടുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്നാണ് ഈ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. ദെൻ ഇതിൽ തന്നെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഉണ്ട്, ലോങ് റണ്ണും ഉണ്ട്. ഷോർട്ട് റൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററുകളിലും പഠിച്ചിട്ടുണ്ട്. ഷോർട്ട് റണ്ണും ലോങ് റണ്ണും രണ്ട് രീതിയിലുള്ള ഇക്വിലിബ്രിയം സിറ്റുവേഷൻസ് ആണ്. ഈ ഒരു ഫിഗർ നോക്കിയേ, ഇതിനകത്ത് AR ആവറേജ് റവന്യൂ കർവ്, അതിനെയാണ് AR എന്ന് പറയുന്നത്. പിന്നെ ഡിമാൻഡ് കർവ് ഓഫ് എ മോണോപോളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് ഫേം വിൽ ബി ഇറ്റ്സ് AR കർവ്. അപ്പോൾ ഇവരുടെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോണോപോളിസ്റ്റിക്കിൻ്റെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ ഈ ആവറേജ് റവന്യൂ കർവാണ്. ദ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഇഫ് എ ഫേം വാണ്ട്സ് ടു ഇൻക്രീസ് ഇറ്റ്സ് സെയിൽസ് ഇറ്റ് മസ്റ്റ് ലോവർ ഇറ്റ്സ് പ്രൈസ്. ഇത് ഇങ്ങോട്ടാണ് പോന്നേക്കണേ, താഴേക്ക്. അപ്പോൾ ഇവിടെ എന്താ പറയണത്, എന്താണോ ഫേം തീരുമാനിക്കുന്നത്, ആ ഫേം വിചാരിക്കുന്ന പോലുള്ള ഡിമാൻഡ് വേണമെങ്കിൽ ദ ഡിമാൻഡ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്, ഈ ഡൗൺവേർഡായിട്ട് കാണിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നിട്ട് പ്രൈസ് കുറയ്ക്കുക. സിൻസ് ദ പ്രൊഡക്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് വൺ ഫേം ക്യാൻ എക്സർസൈസ് സർട്ടൻ ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ ഇറ്റ്സ് പ്രൈസ്. ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫേമാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണ് എങ്കിൽ അതിൻ്റെ പ്രൈസ് നമ്മൾ കൺട്രോൾ ചെയ്യണം. മാർജിനൽ റവന്യൂ ഈസ് ദ curve, and MR is a marginal revenue curve and it lies below AR. ARൻ്റെ താഴെയാണ്. SAC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവും SMC എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവുമാണ്.
അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലൊരു പിക്ചർ നിങ്ങൾ നോക്കുക, എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെയൊക്കെ ഫുൾ ഫോം ഇതൊക്കെ എന്താണെന്നുള്ളതെന്ന് പറയുക. അറ്റ് ദ ഔട്ട്പുട്ട് ലെവൽ OM ആൻഡ് പ്രൈസ് ലെവൽ OP, MR കർവ് ആൻഡ് SMC കർവ് ഇൻ്റർസെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ഈ MRC കർവും അതേപോലെ SMC കർവും ഈ പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്, അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ദെൻ ദിസ് ഈസ് ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ലെവൽ വെർ ദ പ്രോഫിറ്റ് ഈസ് മാക്സിമം. ഇത് പ്രോഫിറ്റ് മാക്സിമം ആയിട്ടുള്ള ഔട്ട്പുട്ട് ലെവലാണ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് എ ഫേം ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ AR ആൻഡ് ആവറേജ് കോസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. സൂപ്പർ നോർമൽ പ്രോഫിറ്റ്, അതായത് സാധാരണ നമ്മുടെ പ്രോഫിറ്റ്. ഇപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ AR എന്ന് പറഞ്ഞാൽ എന്താ, ആവറേജ് റവന്യൂ ആൻഡ് ആവറേജ് കോസ്റ്റ് ഇക്വിലിബ്രിയം. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പിക്ചർ വരച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ലോങ് റൺ ഇക്വിലിബ്രിയം. A firm under monopolistic competition can earn supernormal profit only in the short run. അപ്പോൾ എന്താണ്, മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഷോർട്ട് റണ്ണിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഈടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്കത് കിട്ടുള്ളൂ. ഇൻ ദ ലോങ് റൺ ഇറ്റ് ക്യാൻ ഏൺ ഒൺലി നോർമൽ പ്രോഫിറ്റ്. ലോങ് റണ്ണിൽ എപ്പോഴും നമുക്ക് നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. ബിക്കോസ് ദർ ഈസ് നോ എൻട്രി ആൻഡ് എക്സിറ്റ് ബാരിയർ ഇൻ എ മോണോപോളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. മോണോപോളിസ്റ്റിക്കലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ എൻട്രിയും എക്സിറ്റ് ചെയ്യാനുള്ള തടസ്സങ്ങളൊന്നും ഇല്ലാത്തതാണ് ഇതിന് കാരണം. Then if the existing firms make supernormal profit, it will attract new entrants. Supernormal profit കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കമ്പനികൾ പുതിയ എൻട്രൻസ് തേടി പോകുന്നതാണ്. അപ്പോൾ അവരുടെ പുതിയ എൻട്രൻസ് അവരെ അട്രാക്റ്റ് ചെയ്യും. ആൻഡ് ദ supernormal profit of the existing firm will be competed away by the new entrants. എന്നിട്ട് അത് എവിടേക്ക്, ആ ന്യൂ എൻട്രൻസിലേക്ക് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. On the other hand, if the existing firms make losses, some of the existing losses making firms will exit from the industry. അപ്പോൾ ലോസ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ആ കമ്പനികൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ലോങ് റൺ. ലോങ് റൺ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു പിക്ചറും വരയ്ക്കുക. ഷോർട്ട് റൺ എന്താണ് അതിൻ്റെ ഒരു പിക്ചറും വരയ്ക്കുക. ദെൻ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. എല്ലാ ഫേംസിൻ്റെയും കൂടിയാണ് ഈ കളക്റ്റീവ്ലിയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഏകദേശം സെയിം ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫേംസിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് ഗ്രൂപ്പ്. ഈച്ച് ഫേം വിതിൻ ദ ഗ്രൂപ്പ് ഹാസ് മോണോപോളി ഓഫ് ഇറ്റ്സ് ഓൺ പ്രൊഡക്റ്റ്. ഓരോ ഗ്രൂപ്പിന് അതിൻ്റേതായിട്ടുള്ള മോണോപോളി ഉണ്ട്. A firm's product is distinct from others' product in order to suit the taste and preference of its customers. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫേമിൻ്റെ പ്രൊഡക്റ്റും മറ്റുള്ളവരിൽ നിന്ന് ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. The demand curve of various firms different from another in terms of shape and position. ഷേപ്പിൻ്റെയും പൊസിഷൻ്റെയും അടിസ്ഥാനത്തിലാണ്. These heterogeneous characteristics lead to different prices. ഇങ്ങനെയുള്ള ഈ ഹെട്രോജീനിയസ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് പല ഔട്ട്പുട്ടിന് പല പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള കാരണങ്ങളായി. അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം. മൊത്തത്തിലുള്ള ആ സെയിം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാവരുടെയും ഗ്രൂപ്പിനെയാണ് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്.